സ്തോത്രം. നമ്മുടെ കഴിവോ നമ്മുടെ ഗുണമോ നമ്മുടെ മേന്മകളോ കൊണ്ടല്ല, എല്ലാം അവൻ്റെ കൃപയാൽ കൊണ്ട് മാത്രമാണ്. ഓ പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ നിമിഷം കർത്താവേ, ഈ ഒരു ഹാളും പരിസരവും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേലെല്ലാം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ നിമിഷം കർത്താവേ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഏതെങ്കിലും ശൂന്യതകളായി കർത്താവെ കടന്നു വന്നിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ശൂന്യതകളെ മാറ്റുന്ന ഒരു അനുഭവം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ, ഞങ്ങളോട് നിരന്തരം കരുണ കാണിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളോട് കർത്താവെ 24 മണിക്കൂറും ഞങ്ങളെ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഇന്ന് ഞങ്ങൾ കർത്താവെ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേലെല്ലാം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 24 മണിക്കൂറും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കാവലിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതേ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളിന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ആ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നമ്മൾ ഇന്നായിരിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകങ്ങളിലെ 121 അധ്യായത്തിൽ 4-ാം വചനം ഇപ്രകാരമാണ് പറയുന്നത്: ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയുമില്ല. ഈ ഒരു വചനം പ്രകാരം ഇസ്രായേലിനെ നയിച്ച അതേ കർത്താവ് ഇന്ന് നമ്മളെയും നമ്മുടെ ഇടയിലേക്കും കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഈരടിയിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. നമുക്കിന്ന് ഈ ഒരു ഈരടിയിലൂടെ കടന്നു പോകാം. ഇസ്രായേലിനെ നയിച്ച അതേ കർത്താവ്, ഇസ്രായേലിന് രാവും പകലും യാത്ര ചെയ്യുവാനാവും വിധം രാത്രി അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും കൂടെ നടന്ന അതേ ദൈവം ഇന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവന്റെ സന്നിധിയിൽ അവൻ ഉറങ്ങുകയില്ല പ്രിയമുള്ളവരെ, അവൻ മയങ്ങുകയില്ല പ്രിയമുള്ളവരെ. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി മയങ്ങാത്ത, ഞങ്ങൾക്ക് വേണ്ടി ഉറങ്ങാത്ത ഒരു ദൈവസാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ മേലെല്ലാം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു ഈരടി ചൊല്ലാം. എല്ലാവരും ഒരുമിച്ച് അധരം തുറന്ന് രാത്രിയുടെ 4-ാം യാമങ്ങളിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം നമ്മളെ സൂക്ഷിക്കുന്ന നമ്മുടെ ദൈവ സാന്നിധ്യം 24 മണിക്കൂറും നമുക്ക് വേണ്ടി ഉറങ്ങാതെ എല്ലാവരും ഒരുമിച്ച് അധരം തുറന്ന്
പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ. നമ്മൾ ഉറങ്ങിക്കിടന്നാലും ഉറങ്ങാത്തൊരു ദൈവം, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും കർത്താവ് മയങ്ങാത്തൊരു ദൈവം. യേശുവേ, നമ്മുടെ മുന്നിലുള്ള അനർത്ഥങ്ങൾ നമ്മൾ കാണാതിരിക്കുമ്പോൾ അഗ്നിജ്വാല കണ്ണുകളായിരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം, നമ്മളെ അനർത്ഥങ്ങളിൽ നിന്ന് മാറ്റിവിടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഉറങ്ങാത്ത മയങ്ങാത്ത ഇസ്രായേൽ ജനത്തിനെ നയിക്കുന്ന അതേ ദൈവം ഇന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സർവശക്തനായ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളൊന്ന് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ നാവിലൊരു സ്തുതിയായിട്ടാണ്, നമ്മുടെ നാവിലൊരു ആരാധനയുമായിട്ടാണ്. ദാവീദ് ഇപ്രകാരമാണ് സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 34:1 ദാവീദ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവനോടുള്ള സ്തുതി എൻ്റെ നാവിന്മേൽ എപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാ കാലത്തും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആ ദാവീദ് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ നമുക്കും നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കണ്ടേ. നമ്മുടെ ദൈവത്തെ നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ ദുഃഖത്തിൽ, നമ്മളായിരിക്കുന്ന എല്ലാ അവസ്ഥകളിലും നമ്മുടെ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ഓ എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, പല സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട് കർത്താവേ. ഞങ്ങൾ പല മേഖലകളിലും കർത്താവേ കണ്ണുനീരിൻ്റെ അവസ്ഥകളുണ്ട് തമ്പുരാനെ. പല നൊമ്പരങ്ങളുടെ അവസ്ഥകളിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട് തമ്പുരാനെ. എല്ലാ നിമിഷവും അതിൻ്റെ നടുവിലും ഞങ്ങൾ എൻ്റെ കർത്താവിനെ സ്തുതിക്കും കർത്താവേ. യേശുവേ, ഏതവസ്ഥകൾ ഞങ്ങളുടെ ചുണ്ടിൽ കടന്നു വന്നാലും, ഏത് പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കും കർത്താവേ. ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. കർത്താവേ, ഞങ്ങളുടെ എല്ലാ സമയങ്ങളിലും കർത്താവേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുമെന്ന് കർത്താവേ. യേശുവേ, സകല ചരാചരങ്ങളെയും ഒരു വാക്കിനാൽ സൃഷ്ടിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ നാവും കൊണ്ട് കർത്താവേ ഞങ്ങൾ സ്തുതികൾ അങ്ങയിലേക്ക് ഉയർത്തുന്നു തമ്പുരാനെ. യേശുവേ, സൂര്യചന്ദ്ര നക്ഷത്ര മണ്ഡലങ്ങളെ താങ്ങി നിർത്തുന്ന ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കർത്താവേ ഞങ്ങളുടെ സകലതും സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകൾ, ഞങ്ങളുടെ ജോലി മേഖലകളായിക്കൊള്ളട്ടെ കർത്താവേ, ഏത് മേഖലകളായിക്കൊള്ളട്ടെ, ഏത് പ്രതികൂലങ്ങളായിക്കൊള്ളട്ടെ, ഏത് കണ്ണുനീരുകളായിക്കൊള്ളട്ടെ, ഇന്ന് നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് ഒരുമിച്ച് സ്തുതിക്കാം. എല്ലാവരും കൈകൾ ഉയർത്തി നമ്മുടെ അപ്പന്റെ സന്നിധിയിലേക്ക് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും അതരം തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങൾ എല്ലാ അവസ്ഥകളിലും കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. എല്ലാ അവസ്ഥകളിലും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ കഷ്ടതകളിൽ, ഞങ്ങളുടെ സന്തോഷത്തിൽ, ഞങ്ങളുടെ ദുഃഖത്തിൽ, യേശുവേ, ഞങ്ങളുടെ ഇല്ലായ്മകളിൽ, ഞങ്ങളുടെ കുറവുകളിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. യേശുവേ, ഒരു ദൈവ സാന്നിധ്യം, ഓ പരിശുദ്ധാത്മാവേ, ഒരു പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവ് ഞങ്ങളുടെ മേലെല്ലാം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൂതസഞ്ചയങ്ങൾ ആരാധിക്കുന്ന ദൂതസഞ്ചയങ്ങളുടെ നടുവിൽ കർത്താവേ അങ്ങായിരിക്കുന്ന കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നപ്പാ. ദൂതസഞ്ചയങ്ങൾ നിരന്തരം അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അതേ കർത്താവിനെ നമുക്ക് പിന്നെ തരം തുറന്ന് സ്തുതിക്കാം. ഓ യേശുവേ, യേശുവേ, ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണമേ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നതിന് മധ്യേ അതെവിടെയായിരുന്നാലും എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ നിമിഷം കർത്താവിന്റെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മേലെല്ലാം ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണ്. യേശുവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നപ്പാ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ഒരു ഗാനത്തിലൂടെ കടന്നു പോകാം. നമുക്കെല്ലാവർക്കും കൈയടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് നമ്മുടെ കർത്താവിനെ നമ്മൾ കൈയടിച്ചുകൊണ്ട് ഈ ഒരു ഗാനത്തിലൂടെ കടന്നു പോകാം. ഇത്രത്തോളം നമ്മളെ വഴി നടത്തിയ അതേ ദൈവം ഇനിയും നമ്മളെ വഴി നടത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാം കൈകൾ അടിച്ചുകൊണ്ട് ഈ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഓ കർത്താവേ, ഞങ്ങളെ വഴി നടത്തിയ രാത്രിയുടെ 4 യാമങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം യേശുവേ, ഇന്ന് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നപ്പാ. ഇത്രത്തോളം ഞങ്ങളെ കരുതിയ, ഞങ്ങളെ സൂക്ഷിച്ച, എല്ലാവരും തള്ളപ്പെട്ടപ്പോഴും ഞങ്ങളെ ചേർത്ത് പിടിച്ച ദൈവം.
കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോൽ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ ദൈവത്തിന് സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടക്കണേ തിരുഹിതം പോൽ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടക്കണേ തിരുഹിതം പോൽ. ഓ കർത്താവേ, ഞങ്ങൾ വീണ് പോകുമ്പോഴും ഞങ്ങളെ കരം പിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ കരം ഇത് ഞങ്ങളുടെ മേൽ എല്ലാവരുടെ മേലും പതിക്കണമേ കർത്താവേ. ഒന്ന് ഞങ്ങളെ ഒന്ന് സ്പർശിക്കണമേ അപ്പാ. യേശുവേ, ഞങ്ങൾ നന്ദി അല്ലാതെ ഒന്നും പറയുവാനില്ല അപ്പാ. ദൈവം നമ്മെ നിർത്തിയതാ നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ ദൈവം നമ്മെ നിർത്തിയതാ നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടക്കണേ തിരുഹിതം പോൽ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടക്കണേ തിരുഹിതം പോൽ. തിരുബാബേല് പറഞ്ഞതുപോലെ സൈന്യബലത്താലല്ല കരബലത്താലല്ല എല്ലാം യഹോവയുടെ ആത്മാവിനാലത്രേ സംഭവിക്കുന്നത്. നമ്മൾ നിന്നതല്ല, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നമ്മൾ വന്നത് കൊണ്ടല്ല, അവൻ വിളിച്ചത് കൊണ്ടാണ്. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തൻ, നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനായ ദൈവമാണ്. അവന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അവന്റെ കൈകൾ ഓട്ടി നമ്മളൊന്ന് സ്തുതിച്ചാരാധിക്കുകയാണ്. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ സോദരങ്ങളോ അകന്നങ്ങ് മാറിയപ്പോ അസ്തമിച്ചു പോയിടുമ്പോ സോദരങ്ങളോ അകന്നങ്ങ് മാറിയപ്പോ യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടക്കണേ തിരുഹിതം പോൽ 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 ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടക്കണേ തിരുഹിതം പോൽ. ദൈവത്തിന് നന്ദി പറയുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. വലിയൊരു ദൈവസാന്നിധ്യം ഞങ്ങളുടെ മേലെല്ലാമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുരബ
യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ യേശുവേ കർത്താവേ സ്തോത്രം. സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കഷ്ടതകളിലേക്ക് കടന്നു വരുന്ന ദൈവസാന്നിധ്യം. ഓ യേശുവേ ഞങ്ങളുടെ സന്തോഷങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവസാന്നിധ്യം. ഓ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ കർത്താവേ സ്തുതിക്കുന്നപ്പാ. യേശുവേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തുതിക്കുവാൻ അതരം തുറന്ന് ഞങ്ങൾക്കൊന്ന് ഒരുമിച്ച് കൂടിയിരുന്ന് സ്തുതിക്കുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്ന് നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഓ കർത്താവേ ഈ ഒരു നിമിഷം കർത്താവേ ഞങ്ങളങ്ങ് ശാന്തമായി കർത്താവിൻ്റെ സന്നിധിയിലേക്കായിരിക്കുന്നു കർത്താവേ. 2 തിമോഥെയോസ് 2:13 ഇപ്രകാരമാണ് പറയുന്നത്: നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം കുറവുകൾ വന്നിട്ടുണ്ട് കർത്താവിന്റെ സന്നിധിയിൽ, അനുസരണത്തിൽ, ക്ഷമയിൽ, പ്രാർത്ഥനയിൽ, വിശുദ്ധിയിൽ എത്രത്തോളം കുറവുകൾ വന്നിട്ടും അവൻ നമ്മളെ അവന്റെ സ്വഭാവം മാറ്റാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ അങ്ങ് വിശ്വസ്തനായിരിക്കുന്നതിനായിട്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. ആ വിശ്വസ്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ അവന്റെ സ്വഭാവം മാറ്റാതെ, നമ്മുടെ സ്വഭാവം മാറുമ്പോഴും അവന്റെ സ്വഭാവം മാറ്റാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, അവനെ ഇന്നലെയും ഇന്നും എന്നും ഒരേ ആള് തന്നെയാണ്. നമ്മുടെ ഹെബ്രായർ 13:8 ഇങ്ങനെയാണ് പറയുന്നത്: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആള് തന്നെയാണ്. ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ മാറ്റമില്ലാത്ത വചനം, എൻ്റെ വചനം ഒരിക്കലും മാറുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവ്, അവൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റമില്ലാത്ത ആ ഒരു സ്വഭാവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇന്നായിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളും നമ്മൾ കർത്താവ് ഏറ്റുപറയാൻ വിട്ടുപോയിട്ടുള്ള പാപങ്ങൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയമുരുകി മനമുരുകി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ പാപങ്ങളും നമ്മളായിരിക്കുന്ന ചില തടസ്സങ്ങൾ യേശുവേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തടസ്സമായിരിക്കുന്ന പാപത്തിൻ്റെ ചില കെട്ടുകൾ അതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് ഏറ്റുപറയാം. പ്രിയമുള്ളവരെ, യേശുവേ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പത്രോസ് ലീഗ പറയുന്നത് പോലെ അവിടുന്ന് വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും വിശുദ്ധമായിരിക്കട്ടെ. അവിടുന്ന് വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും വിശുദ്ധമായിരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ നിമിഷങ്ങളും വിശുദ്ധമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തടസ്സമായിരിക്കുന്നത് നമ്മുടെ പാപങ്ങൾ മാത്രമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ അതെല്ലാം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ 1 യോഹന്നാൻ 1:9 പറയുന്നത് പോലെ നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും സകല നീതികളിൽ നിന്ന് നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത അതേ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇന്ന് നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റു പറയുമ്പോൾ നമ്മളോടൊരു പാപക്ഷമ നൽകുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. നിന്റെ പാപങ്ങൾ കടും ചുവപ്പുള്ളതാണെങ്കിലും അത് വെണ്മയുള്ളതാക്കി മാറ്റുമെന്ന് അരുളി ചെയ്ത അതേ കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. നമ്മളോട് മാറ്റമില്ലാത്ത നമ്മൾ എത്രത്തോളം അവിശ്വസ്തതകൾ കാണിച്ചാലും ഒരു നിമിഷം നമ്മുടെ പാപങ്ങളും ഏറ്റു പറയുമ്പോൾ ഒന്ന് ചങ്ക് പൊട്ടി കരയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കർത്താവേ അങ്ങ് ഞങ്ങളെ കഴുകുന്ന ദൈവമാകിയാൽ അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഇന്ന് ഞങ്ങളെ കഴുകണമേ കർത്താവേ. യേശുവേ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ ഉച്ചി മുതൽ പാദം വരെയും ദൈവത്തിന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ അപ്പാ. കർത്താവേ, ഇന്ന് ഞങ്ങൾ കൂടുതൽ വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവേ എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തിയാൽ നിറയപ്പെടുവാൻ കൂടുതൽ വിശുദ്ധിയിലൂടെ കടന്നു വരുവാൻ. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ലല്ലോ തമ്പുരാനെ. വിശുദ്ധി കൂടാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക സാധ്യമല്ലല്ലോ തമ്പുരാനെ. അതിനായി കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഞങ്ങളുടെ മേലെല്ലാം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവേ, വചനം ഇങ്ങനെയാണ് പറയുന്നത്, സങ്കീർത്തനങ്ങൾ 97:5 ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിന്റെ മുൻപിൽ, ഭൂമി മുഴുവന്റെയും അധിപതിയായ കർത്താവിന്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ഞാൻ ഇന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഒരു പക്ഷേ ആയിരിക്കുന്നത് പല തടസ്സങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല കണ്ണുനീരിന്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഇന്ന് അതിനെല്ലാം മെഴുകുപോലെ ഒരുക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് നമ്മുടെ മേലെല്ലാം ദൈവം പകരാൻ പോവുക. ഇന്ന് കർത്താവേ, ഇന്ന് മനമുരുകി ഒന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചേ. ഓ പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങളുടെ മേലെല്ലാം ഒന്ന് ഇറങ്ങി വരണമേ. അതുപോലൊരു തീ കർത്താവേ, ഒരു തീ, പർവ്വതങ്ങളെ ഒരുക്കുന്ന ഒരു തീ, ഞങ്ങളുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ചില കൊടുമുടികൾ പോലെ ഉയർന്നു നിൽക്കുന്ന ചില പർവ്വതങ്ങൾ, ചില പാപങ്ങൾ, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ചില മേഖലകൾ കർത്താവേ, ചില വ്യക്തികളോട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല തമ്പുരാനെ. ഈ നിമിഷം കർത്താവേ അതെല്ലാം ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്നു. ആ ഒരു കൊടുമുടി ഉരുകി പോകട്ടെ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയൊരു തീ
കർത്താവേ ഇന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് അരുളി ചെയ്ത അതേ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അയക്കാൻ പോവാണ്. ഓ കർത്താവേ, പരിശുദ്ധാത്മാവേ, ആ ഒരു തീ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ, ഞങ്ങളുടെ മുന്നിലേക്ക് ഉയർന്നു നിൽക്കുന്ന കൊടുമുടികൾ, അത് എത്ര വലിയ കൊടുമുടികളാണെങ്കിലും, അത് എത്ര വലിയ തടസ്സങ്ങളാണെങ്കിലും, എത്ര വലിയ ബാധ്യതകളാണെങ്കിലും അതിനെല്ലാം ഉരുക്കി കളയുന്ന ഒരു ആത്മാവിന്റെ തീ ഇന്ന് നമ്മുടെ മേലെല്ലാം പകരാൻ പോവാണ്. ഓ കർത്താവേ, കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ശബ്ദത്തിൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ്, അഗ്നിജ്വാലകൾ പോലെ ഇറങ്ങി വന്ന അതേ ജ്വാലയായി ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ്, അഗ്നിനാവുകൾ പോലെ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളുടെ മേലെല്ലാം ഇറങ്ങി വരണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇല്ലായ്മകളുടെ മേൽ, ഞങ്ങളുടെ കുറവുകളുടെ മേൽ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന സകല മേഖലകളുടെ മേലും, ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സകല മേഖലകളുടെ മേലും ഓ പരിശുദ്ധാത്മാവേ, ഇന്ന് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകത്തിനായി പരിശുദ്ധാത്മാവിന്റെ തീയിറങ്ങി നമ്മുടെ മുന്നിലേക്ക് കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു തീയിറങ്ങുവാൻ, അതേ അഗ്നി ഇറങ്ങുവാൻ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകൾ ഉയർത്തി ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ മേൽ കരുണ കാണിക്കുന്ന ഓ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ക്ഷണത്തെ ഉരുകി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്ഷമിക്കാൻ പറ്റാത്ത ചില മേഖലകൾ ഉരുകി പോകട്ടെ കർത്താവേ, ചില കുറവുകൾ കർത്താവേ ഉരുകി പോകട്ടെ കർത്താവേ. യേശുവേ, ഞങ്ങളുടെ ഉച്ച മുതൽ പാദം വരെ നിറയുന്ന ഒരു ദൈവശക്തി, കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന അതേ ശക്തി ആ രക്തസ്രാവക്കാരിയുടെ മേൽ വ്യാപരിച്ച ആ രക്തസ്രാവക്കാരിയിലേക്ക് ആ ശക്തി പുറപ്പെട്ടതുപോലെ യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മളിലേക്ക് ഒരു ശക്തി പുറപ്പെടാൻ പോവാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇന്ന് ഈ നിമിഷം നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഓ അപ്പാ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നപ്പാ, ഞങ്ങൾക്കൊന്ന് കരങ്ങൾ ഉയർത്തി ഓ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഓ പരിശുദ്ധാത്മാവേ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ശബ്ദം പോലെ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. ഓ പ്രാവിന്റെ രൂപത്തിൽ ചിറകടിച്ചു വരുന്ന പരിശുദ്ധാത്മാവ് ഈ നിമിഷം എല്ലാവരുടെ മേലും കർത്താവെ നിറയുവാനിടയായി തീരട്ടെ. അപ്പാ യേശുവേ, അവരെ ശക്തിപ്പെടുത്തണമേ കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നപ്പാ. യേശുവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നമുക്ക് കൈകൾ ഉയർത്തി ഓ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി സ്തുതിക്കാം. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, കരങ്ങളടിച്ച് ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഇന്ന് പരിശുദ്ധാത്മാവാകുന്ന ഉറവ പൊട്ടി പുറപ്പെടുന്ന നിമിഷങ്ങളാണ്. ഓ കർത്താവിൽ നിന്നും ഒരു സ്വർഗീയ തീ ഇത് നമ്മുടെ മേലെല്ലാം നിറയുന്ന നിമിഷങ്ങളാണ്. ഓ കർത്താവേ, വലിയൊരു വ്യത്യാസം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് സംഭവിക്കട്ടെ, ഒരു രൂപാന്തരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, അഗ്നിജ്വാല പോലിറങ്ങി എന്നിൽ വാ, കൊടുങ്കാറ്റ് പോലെ വീശി എന്നിൽ വാ, അഗ്നിജ്വാല പോലിറങ്ങി എന്നിൽ വാ, കൊടുങ്കാറ്റ് പോലെ വീശി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി
പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മാവേ, നിന്റെ ശക്തിയായി കടന്നു വരണമേ. ചില രോഗങ്ങളെ ഒരുക്കി കളയുന്ന ഒരു ശക്തി, ചില പ്രതികൂലങ്ങളെ മാറ്റിക്കളയുന്ന ശക്തി, വിശ്വാസി കെട്ടിവെച്ചിരിക്കുന്ന ചില മതിൽക്കെട്ടുകളെ തകർക്കുന്ന ഒരു ദൈവശക്തി, കർത്താവേ, ചില മതിൽക്കെട്ടുകളെ തകർക്കുന്ന ഒരു ശക്തി ഞങ്ങളുടെ മേലേക്ക് നിറഞ്ഞു വരുവാനിടയായി തീരട്ടെ. കർത്താവ്, ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ കർത്താവേ, എന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഞങ്ങൾക്ക് വലിയൊരു വ്യത്യാസം വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ. ആ ഒരു വലിയൊരു ശക്തി ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവൻ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ജലം തരിച്ചിടുവാൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ജലം തരിച്ചിടുവാൻ. കാത്തിരിക്കും ഞാൻ യഹോവേ, ശക്തിയെ കുറുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. കാത്തിരിക്കും ഞാൻ യഹോവേ, ശക്തിയെ കൊടുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ. പൗലോസും ശീലാസും അർദ്ധരാത്രിയോടടുത്ത് കാരാഗൃഹത്തിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങി വന്നൊരു ദൈവ സാന്നിധ്യം. കാരാഗൃഹത്തിന്റെ അടിത്തറ ഇളക്കിയ ഒരു ദൈവ സാന്നിധ്യം. കാരാഗൃഹത്തിന്റെ തടവറയിലുള്ള സകല മനുഷ്യരുടെയും ചങ്ങലകളെ പൊട്ടിച്ചൊരു ദൈവ സാന്നിധ്യം. യേശുവേ, ഇന്ന് ഈ നിമിഷം കർത്താവെ ഞങ്ങളുടെ മേൽ പകരുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നപ്പാ. യേശുവേ, സകല ഇരുമ്പ് വാതിലുകളെ തകർക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. കർത്താവെ, ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയൊക്കെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അനേക പ്രതികൂലങ്ങളും തടസ്സങ്ങളും എല്ലാം കടന്നു വന്നിട്ടുണ്ട് തമ്പുരാനെ. അതെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഈ നിമിഷം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വചനം പറയുന്നത് പോലെ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഓടിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത് അതേ കർത്താവ്, നമ്മുടെ മുന്നിലുള്ള പ്രതികൂലങ്ങൾ എത്ര ശക്തിയേറിയതാണെങ്കിലും, നമ്മുടെ മുന്നിലെ വഴികൾ എത്ര ദുർഘടങ്ങളാണെങ്കിലും അതിൻ്റെ നടുവിൽ പോയി അതിന് നമുക്ക് മുൻപേ പോയി ആ ദുർഘടങ്ങളെ നിരപ്പാക്കി, ആ മലകളെയെല്ലാം നിരപ്പാക്കി, ആ താമ്രവാതിലുകളെ തകർത്ത് യേശുവേ ഞങ്ങളുടെ മുന്നിലേക്ക് വഴികളെ തുറന്നു തരണമേ അപ്പ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവേ. ഏത് നിയോഗത്താലാണോ കർത്താവെ ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങയുടെ മക്കളാണ് തമ്പുരാനെ. ആ മേഖലകളിലേക്ക് കർത്താവെ, മത്തായിയുടെ സുവിശേഷം 8:8 പറയുന്നത് പോലെ, ശതാധിപൻ പറയുന്നത് പോലെ കർത്താവെ, അങ്ങയുടെ ഭവനത്തിലേക്ക് വരുവാൻ ഞങ്ങൾ യോഗ്യരല്ല കർത്താവെ, എങ്കിലും നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി കർത്താവെ, എൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കും. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി കർത്താവെ. എന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി കർത്താവെ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളുടെ മേല് കർത്താവെ നിന്റെ സാന്നിധ്യത്തിൽ നീ പകരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ. ഇത്രയും നേരം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ സ്തുതികളോടെ ആരാധനയോടെ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് അപ്പ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നപ്പ. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നപ്പ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം.